പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഒരു കാലത്ത് ബാലതാരമായി തിളങ്ങിയ കോഴിക്കോട് സ്വദേശി വിഘ്നേഷ് ഇപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ഒരു വാഹനാപകടം തൻ്റെ ഓർമ്മകളെ അടക്കം മായ്ച്ചു കളഞ്ഞപ്പോൾ തോറ്റുകൊടുക്കാൻ വിഘ്നേഷ് തയ്യാറായില്ല. ഏക പ്രതീക്ഷയാണ്, ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ് അദ്ദേഹം. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തത്തിൽ മറവി രോഗം ബാധിച്ച വിഘ്നേഷ് പൊരുതി നേടിയത് ഇംഗ്ലീഷ് ബിരുദമാണ്. അതുകൊണ്ട് തന്നെ വിഘ്നേഷിന് ഇത് അതിജീവനത്തിൻ്റെ ബിരുദം കൂടിയാണ്. കാണാം. ജീവിതം പലതരത്തിൽ തളർത്തി. പക്ഷേ തോൽക്കാനുള്ള മനസ്സില്ലായിരുന്നു. നഷ്ടപ്പെട്ടത് നോക്കി നിൽക്കാതെ മുന്നോട്ട് നടന്നു. അങ്ങനെ വലിയൊരു ദുരന്തമുഖത്ത് നിന്നും മനോഹരമായൊരു തിരിച്ചുവരവിന്റെ പാതയിലാണ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിഘ്നേഷ്. നൃത്തത്തെയും സിനിമയെയും സ്വപ്നം കണ്ട ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന തിരക്കേറിയ ബാലതാരം. 12 സിനിമകളും 20ഓളം സീരിയലുകളിലും വിഘ്നേഷ് അഭിനയിച്ചിട്ടുണ്ട്. MT തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിലെ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിഘ്നേഷാണ്. വിഘ്നേഷിനെ കണ്ട മാത്രയിൽ തന്നെ MT കണ്ണനായി ഉറപ്പിച്ചു. ഇതോടെ ചെറുകഥകളെ അടിസ്ഥാനമാക്കിയ പരമ്പരയിൽ MTയുടെ ബാല്യകാലവും വിഘ്നേഷ് തന്നെ അവതരിപ്പിച്ചു. ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിൽ കീർത്തി സുരേഷിനൊപ്പം ബാലതാരമായി വിഘ്നേഷും വേഷമിട്ടിരുന്നു. കൂടാതെ പുലർവെട്ടം, വാസന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും, മധുര നൊമ്പരക്കാറ്റ്, ഇങ്ങനെയൊരു നിലാപക്ഷി, 2 വീലർ, നമ്മൾ തുടങ്ങി നിരവധി മലയാള ചിത്രങ്ങളിലും സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട്. സിനിമയിൽ തുടരണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ ഒരു വാഹനാപകടം ഓർമ്മകളെ അടക്കം മായ്ച്ചു കളഞ്ഞ് ജീവിതത്തിന്റെ താളം തെറ്റിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ ഒരു 2-3 മന്ത്സ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അപ്പം തിരിച്ച് വന്നപ്പോൾ എനിക്ക് മെമ്മറിയൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. എനിക്ക് എല്ലാം ഓർത്തെടുക്കാൻ വേണ്ടി. സിനിമ മനസ്സിലുണ്ട്. അത് ഒബ്വിയസ്ലി അതൊരു വലിയ പ്ലാറ്റ്ഫോമാണുള്ളത്. സിനിമയിൽ ചാൻസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇനി തിരിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ അത് എൻ്റെ ഭാഗ്യമായിരിക്കും. അങ്ങനെ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി ചെയ്യും. ഞാൻ എന്തായാലും അതിന് പ്രിപ്പയർ ചെയ്യും. അത് ഞാൻ ചെയ്യുകയും ചെയ്യും ചാൻസ് കിട്ടുകയാണെങ്കിൽ. പത്മകുമാറിൻ്റെ പടത്തിൽ ഞങ്ങളുടെ ഫാമിലി സുഹൃത്താണ്. അതിൽ വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് മോന് ഈ ആക്സിഡൻറ്റ് പറ്റിയത്. അപ്പോൾ അവന് നടക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എന്താണ് ദൈവനിശ്ചയം നമുക്കറിയില്ല. അപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ അവൻ്റെ PG ചെയ്യാം, അവനൊരു ജോലി, അതാണ് ആദ്യത്തെ പ്രശ്നം. ഇനിയിപ്പോൾ സെക്കൻഡ് ഓപ്ഷനെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും. 2016 ഡിസംബറിലാണ് വിഘ്നേഷ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടത്. തലച്ചോറിന് ക്ഷതമേറ്റു. 8 മാസം അബോധാവസ്ഥയിലായിരുന്ന വിഘ്നേഷ് പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്നു. വളരെ മോശാവസ്ഥയിൽ നിന്ന് നല്ലൊരു പോസിറ്റീവായിട്ടാണ് ഓരോ ദിവസവും റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഉണ്ടാവും, തീർച്ചയായും ഉണ്ടാവും. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റിയത്. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാൾ എല്ലാം ഡേ ബൈ ഡേ ചെയ്ത് വരികയായിരുന്നു. തുടർച്ചയായ ചികിത്സയിലൂടെയും അതികഠിനമായ പരിശ്രമത്തിലൂടെയും തന്റെ ഓർമ്മകളിലേക്ക് തിരിച്ചെത്തുകയാണ് ഈ കലാകാരൻ. അങ്ങനെയെടുത്ത തീരുമാനമാണ് പഠനം തുടരുക എന്നത്. ഇഗ്നുവിൽ BA ഇംഗ്ലീഷ് ബിരുദത്തിന് ചേർന്നു. പഠിച്ചതെല്ലാം മറന്നു പോകുമെങ്കിലും തോറ്റുകൊടുക്കാനുള്ള മനസ്സില്ലായിരുന്നു. വീണ്ടും പഠിച്ചു, പരീക്ഷകൾ എഴുതി, ഒടുവിൽ വിജയിച്ചു. പഠനത്തിന് ഏറെ സഹായിച്ചത് അമ്മയാണ്. നമ്മൾ കുറച്ച് സ്ട്രെയിൻ എടുക്കണം, ആള് വരാനും പഠിക്കാനിരിക്കാനും ആളെ കാര്യങ്ങളൊക്കെ ചെയ്യാനും. കൂടുതൽ നമ്മളാളെ നല്ലോണം ഇതാക്കിയിട്ട് വേണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴും ആളെ കൂടെ ഇരുന്ന് ഡിഗ്രി ആള് ഓർമ്മ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും സന്തോഷമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ആള് PGയിലേക്ക് പോന്ന് കൂടെ ഇരുന്ന് ഇപ്പോഴും സഹായിക്കുകയാണ്. ഈ മാസം പരീക്ഷാഫലം വന്നപ്പോൾ ഇംഗ്ലീഷ് ബിരുദത്തിൽ 55% മാർക്കോടെ വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് വിഘ്നേഷ്. ഇനി MA, PhD എന്നിവയൊക്കെയാണ് ലക്ഷ്യം. കൂടെ സിനിമയും. വീണു പോകാതെ ചേർത്ത് പിടിക്കാൻ കുടുംബവും കൂടെയുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.